Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്ന് നമ്മൾ ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ഒരു കോട്ടോടെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. The intelligent investors get interested in big growth stock not when they are at the most popular but when something goes wrong. അതായത് ഒരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ ഒരു ഹൈ ഗ്രോത്ത് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റോക്ക് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ടൈമിലല്ല, മറിച്ച് ആ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുന്ന ടൈമിലായിരിക്കും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ പാസീവ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവും, പിന്നെ ബൈ ആൻഡ് ഹോൾഡ് ഇൻവെസ്റ്റിംഗ്, വാല്യൂ ഇൻവെസ്റ്റിംഗ്, ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പം ഇതിൽ പോപ്പുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ആണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് സ്റ്റോക്സിലേക്കായിരിക്കും നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഗ്രോത്ത് സ്റ്റോക്ക് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഗ്രോത്ത് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് നമ്മുടെ മാർക്കറ്റിലുള്ള ബാക്കി സ്റ്റോക്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവരെക്കാളും ഇവരുടെ പ്രോഫിറ്റ് അതുപോലെ തന്നെ സെയിൽസ് ഒക്കെ പെട്ടെന്ന് ബൂസ്റ്റ് ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്സ് ആണ് ഈ ഗ്രോത്ത് സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്നവരാണ് ഇവർ. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏറ്റവും വലിയ വിന്നേഴ്സ് ആയിരിക്കും ഇവർ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന വിന്നേഴ്സ് ആയിരിക്കും ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഗ്രോത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഗ്രോത്ത് സ്റ്റോക്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ 52 വീക്ക് ഹൈന്ന് 30% താഴെ ട്രേഡ് ചെയ്യുന്ന 5 ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് ആണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ 5 സ്റ്റോക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ ബിസിനസ്സിനെ പറ്റി നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 കമ്പനീസിനെ പറ്റിയൊരു കംപ്ലീറ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്സ് എല്ലാം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ്. അപ്പം ഇന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 1000 crores ആണ്. അതുപോലെ തന്നെ 5 year ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 15% ആണ്. 5 year സെയിൽസ് ഗ്രോത്ത് CAGR മോർ ദാൻ 10% ആണ്. 5 year പ്രോഫിറ്റ് ഗ്രോത്ത് CAGR മോർ ദാൻ 10% ആണ്. അപ്പം ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ഒരു ചാനൽ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രോ മലയാളത്തിൽ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ FB പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ്. അപ്പം ഇന്ത്യൻ ഡയഗ്നോസ്റ്റിക് ഫേമിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഫേം തന്നെയാണ് മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ, ആഫ്രിക്ക, സൗത്ത് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് റീജിയനിലൊക്കെ ഒരുപാട് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ത്രൂ ഇവർ ബിസിനസ് നടത്തുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ടെസ്റ്റുകൾ ഉപയോഗിച്ച് അവർ രോഗങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്, പിന്നെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഡയഗ്നോസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് 1500-ലധികം കളക്ഷൻ സെൻറ്റേഴ്സാണ് ഉള്ളത്. പിന്നെ 125-ലധികം ലാബുകൾ, അതുപോലെ തന്നെ ഇവർക്ക് 50 മില്യണിലധികം ടെസ്റ്റുകളാണ് ഇവർ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് 7 രാജ്യങ്ങളിൽ പ്രസൻസും ഉണ്ട്. അപ്പോൾ 52 വീക്ക് ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് 56.45% താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും അവരുടെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അവർ പുതിയ ലാബുകൾ അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെൻറ്റേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം 2025 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും അവർ പ്ലാൻ ചെയ്തേക്കുന്ന 90 പുതിയ ലാബുകൾ അതുപോലെ 1800 നെറ്റ്വർക്ക് സെൻറ്റേഴ്സ് അഡീഷണലി കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതിൽ 2022 സാമ്പത്തിക വർഷം ആയപ്പോഴേക്കും 16 ലാബുകളും അതുപോലെ തന്നെ 509 നെറ്റ്വർക്ക് സെൻറ്റേഴ്സും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലാബുകൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് ടെസ്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അവരുടെ റവന്യൂ അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സിലേക്കാണ്. അപ്പം ഡിജിറ്റലി അതുപോലെ തന്നെ അസറ്റ് ലൈറ്റ് ഹോം വിസിറ്റ് സെഗ്മെൻറ്റിലൂടെ ഗ്രോത്ത് കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ 2022 സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുമ്പോഴേക്കും ഇവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഡിജിറ്റൽ ചാനലിൽ നിന്ന് 15% കോൺട്രിബ്യൂഷനാണ്. അത് അടുത്ത 3 വർഷങ്ങളായിട്ട് 33% കൂട്ടണമെന്നാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്നാലും നമ്മുടെ ഇന്ത്യൻ ഡയഗ്നോസ്റ്റിക് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ മെട്രോ സിറ്റീസിലാണ് നമ്മൾ നോക്കുകയാണെങ്കിലാണ് ഈ കോമ്പറ്റീഷൻ നമുക്ക് കൂടുതലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഹൈ മാർജിൻ റുട്ടീൻസ് അതുപോലെ തന്നെ വെൽനസ് ടെസ്റ്റ് കാറ്റഗറിയിലാണ് ഇത്. അപ്പം ഇതിൽ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം വരുമാനവും നമുക്ക് വരുന്നത്. അപ്പം ഇത് കൂടാതെ ഇപ്പം വരുന്നൊരു ന്യൂസാണ്, അതായത് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് വിൽക്കാനുള്ള ഫോർമൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ വരുന്ന റിപ്പോർട്ട്സാണ് നമ്മുടെ ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടൊക്കെ കമ്പനിയുടെ സ്റ്റേക്ക് വാങ്ങാനുള്ള സംസാരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ ഇമ്പാക്റ്റ് വരുന്നത് എന്നുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വന്ന് 1548.70 rupees ആണ്.
പി വരുന്നത് 46.2 ആണ്. ഡെറ്റ് ഇക്വിറ്റി വരുന്നത് 0.43 ആണ്. അതുപോലെ 5 ഇയേഴ്സ് സെയിൽസ് CAGR വരുന്നത് 18 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 25.4 ആണ്. 1 ഇയർ റിട്ടേൺസ് അതുപോലെ തന്നെ 5 ഇയർ റിട്ടേൺസ് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 1 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് 200 DMA ആണ്. ദാറ്റ് ഈസ് 200 ഡേ മൂവിംഗ് ആവറേജ്. അപ്പോൾ 200 DMA വരുന്നത് 1966.1 ആണ്. ഇനി RSI 14 വരുന്നത് 59.6 ആണ്. ഇനി സെക്കൻഡ് കമ്പനി HEG ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനി മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഹിന്ദുസ്ഥാൻ ഇലക്ട്രോ ഗ്രാഫൈറ്റ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ 1977 ഈ ഒരു കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ LNJ ബിൽവാര ഗ്രൂപ്പിൻ്റെ ഒരു പ്രീമിയർ കമ്പനിയാണ്. അപ്പം ഇവർ ടെക്സ്റ്റൈൽസ്, പവർ ജനറേഷൻ, IT എനേബിൾഡ് സർവീസിലേക്കൊക്കെ ആക്റ്റീവാണ്. അപ്പം ഇവർ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സിൻ്റെ 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ അതുപോലെ തന്നെ എക്സ്പോർട്ടറുമാണ്. അതുപോലെ തന്നെ ഇവർ ലോകത്തെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ഫെസിലിറ്റിയും റൺ ചെയ്യുന്നുണ്ട്. അപ്പം ലോകത്ത് ഇവർക്ക് 30 രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ ടോട്ടൽ റവന്യൂവിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഒരു 70% അക്കൗണ്ട് ചെയ്യുന്നത് എക്സ്പോർട്സ് ആണ്. അപ്പം കമ്പനിയുടെ സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് അതുപോലെ തന്നെ പവറാണ്. അപ്പം ഈ സ്റ്റീൽ മേക്കിങ്ങിന് നമ്മുടെ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ മേക്കിങ്ങിൽ എൻവറോൺമെൻറ്റ് ഫ്രണ്ട്ലി ടെക്നോളജിയായ ഇലക്ട്രോണിക് ആർക്ക് ഫർണേഴ്സ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് നമ്മളിപ്പോൾ 52 വീക്ക് ഹൈ എന്ന് നോക്കുകയാണെങ്കിൽ 57.19% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും ഇവരുടെ കപ്പാസിറ്റി 80,000 ടണ്ണിൽ നിന്ന് ആനുവലി 1,00,000 ടൺ ആക്കുമെന്നാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ 2023 ജാൻ ടു മാർച്ച് ക്വാർട്ടറിൽ അവർ സ്റ്റാർട്ട് ചെയ്യാനാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കപ്പാസിറ്റി കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കമ്പനിയുടെ റവന്യൂവും കൂടും. ഇനി എക്സ്പേർട്സ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് അതുപോലെ തന്നെ നീഡിൽ കോക്കിൻ്റെ ഒക്കെ ഹൈ പ്രൈസിങ് കാരണം അതുപോലെ തന്നെ നല്ലൊരു സ്റ്റേബിൾ ഡിമാൻഡ് ഉള്ളതുകൊണ്ടും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി 2023 സാമ്പത്തിക വർഷത്തിലും നല്ലപോലെ തുടരുമെന്നാണ്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ റോ മെറ്റീരിയൽ കോസ്റ്റുള്ള വോളറ്റിലിറ്റിയാണ്. നെയിംലി ഇപ്പോൾ ക്രൂഡ് അല്ലെങ്കിൽ ഇപ്പോൾ കോൾ ഡെറിവേറ്റീവ്സ് ഒക്കെ, പിന്നെ സ്റ്റീൽ ഇൻഡസ്ട്രി സൈക്ലിക്കാലിറ്റിയും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം കമ്പനിക്ക് ഒരു സിംഗിൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ആണ് ഉള്ളത്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഒക്കെ സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ സെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1095.90 റുപ്പീസ് ആണ്. PE വരുന്നത് 7.95 ആണ്. ഡെറ്റ് ഇക്വിറ്റി വരുന്നത് 0.17 ആണ്. 5 ഇയേഴ്സ് സെയിൽസ് CAGR വരുന്നത് 21 ആണ്. ROE റിട്ടേൺ ഇക്വിറ്റി വരുന്നത് 11 ആണ്. പിന്നെ 1 ഇയർ റിട്ടേൺസ് അതുപോലെ തന്നെ 5 ഇയർ റിട്ടേൺസ് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വരുന്നത് 1271.8 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 47.5 ആണ്. അപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡാറ്റ എല്ലാം വരുന്നത് 11th October 2022 മാർക്കറ്റ് ക്ലോസിംഗ് ഡാറ്റാസ് ആണ്. ഇനി നമ്മുടെ തേർഡ് കമ്പനി തൻല പ്ലാറ്റ്ഫോംസ്. അപ്പോൾ തൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് മുമ്പ് തൻല സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ 1995 ഹൈദരാബാദിലാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തത്. അപ്പോൾ ഇവർ ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾക്ക് അവർ ടാർഗറ്റ് ഓഡിയൻസ് അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഒക്കെ ആയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിലൂടെ. അപ്പം ഇവർ A2P അതായത് ആപ്ലിക്കേഷൻ ടു പേഴ്സൺ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിൽ ലീഡിംഗ് പ്രൊവൈഡറാണ്. പിന്നെ തൻല പ്ലാറ്റ്ഫോംസ് അതുപോലെ മൈക്രോസോഫ്റ്റ് 2021 ജാനുവരി 20 വൈസ്ലി ലോഞ്ച് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ബ്ലോക്ക് ചെയിൻ എനേബിൾഡ് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ്. അപ്പോൾ ഓഫറിംഗ് ബിൽഡ് ഓൺ മൈക്രോസോഫ്റ്റ് അസൂർ. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസിൽ ഒരാളാണ് നമ്മുടെ കമ്പനി തൻല. അപ്പോൾ തൻലയുടെ ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ 800 ബില്യണിലധികം ഇൻട്രാക്ഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ A2P SMS ട്രാഫിക്കിൽ അവരുടെ ടെക്നോളജി ട്രൂ ബ്ലോഗ് യൂസ് ചെയ്തിട്ട് 70% പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അവർ. തൻല പ്ലാറ്റ്ഫോം 52 വീക്ക് ഹൈയിൽ നിന്ന് 62.79% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പം. അപ്പം ഇനി ഇവരുടെ മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് IT ഇൻഡസ്ട്രി സെഗ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് 30% CAGR ഇൻക്രീസ് ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ജൂനിപ്പർ റിസർച്ച് പ്രകാരം 25 ആകുമ്പോഴേക്കും 25.9 ബില്യൺ റീച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ യൂസേജ് കൂടുന്നതും ഈ ഒരു സെക്ടറിലെ എക്സ്പെൻഡിച്ചർ കൂടുന്നതും അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ ട്രെൻഡ് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു മാർക്കറ്റിലെ പ്ലെയേഴ്സൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഇതൊന്നും കൂടാതെ തൻല പ്ലാറ്റ്ഫോം കോറായി ആയിട്ട് പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അലയൻസ് കൊണ്ട് തന്നെ ഈ ബ്രാൻഡ്സിന് ഡിജിറ്റൽ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ കോറായി ബിസിനസ്സിൽ കോൺവെർസേഷണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം സൊല്യൂഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോറായിയുടെ കോൺവെർസേഷണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാപ്പബിലിറ്റീസും സൈസബിൾ ഡെവലപ്മെൻറ്റ് ടീം കൊണ്ടൊക്കെ തൻലയുടെ കമ്മ്യൂണിക്കേഷൻ പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ക്ലയൻറ്റ് ബേസൊക്കെ ലീഡർ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്പനിക്ക് ടെക്നോളജി ഒബ്സലൻസ് റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ A2P ഇൻഡസ്ട്രി ഒക്കെ ഒരു ഒബ്സലൻസ് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി നവീകരണമൊക്കെ കാരണം കമ്പനിക്ക് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് അതുപോലെ തന്നെ കൺസ്യൂമർ കമ്മ്യൂണിക്കേഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൂടാതെ എല്ലാ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ പ്രൊമോഷണൽ മെസ്സേജസ് ഒക്കെ ട്രൈ ആണ് ഗവേൺ ചെയ്യുന്നത്, അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി റെഗുലാരിറ്റി ചേഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 780.30 rupees ആണ്. പി വരുന്നത് 19.8 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.04 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 41 ആണ്. ROE റിട്ടേൺ ഇക്വിറ്റി 48. 1 year റിട്ടേൺസ് നില്ലാണ്. 5 year റിട്ടേൺസ് വരുന്നത് 19.6 ആണ്. 200 DMA വരുന്നത് 1261 ആണ്. RSI 14 55.1 ആണ്. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 1995 ഈ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി മെയിൻലി നിറ്റ് വെയറിൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ മാർക്കറ്റിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഹോയ്സറി ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ലീഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇവർക്ക് ക്ലയൻസിൻ്റെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 16 ഡിഫറെൻറ്റ് ട്രേഡ് മാർക്സിൻ്റെ കീഴിൽ 100-ലധികം ഗുഡ്സാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് 1000-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും 200,000-ലധികം റീറ്റെയിൽ നെറ്റ്വർക്ക്സുമാണ് ഉള്ളത്. അപ്പം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ടോട്ടൽ ഇൻകത്തിൻ്റെ 6% എക്സ്പോർട്സ് വരുന്നത്, ബാക്കി 94% ഡൊമസ്റ്റിക് സെയിൽസിൽ നിന്നാണ് വരുന്നത്. ഇനി ഇവരുടെ കൂടുതലും എക്സ്പോർട്സ് ഇപ്പോൾ യൂറോപ്പ്, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ ആഫ്രിക്കയിലേക്കൊക്കെയാണ് പോകുന്നത്. ഇനി ഇവരുടെ 52 വീക്ക് ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ 62.87% താഴെയാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു നല്ല നെറ്റ്വർക്ക് ആണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഫിൽ റേറ്റ് 95%. ഇത് നമ്മൾ ഇൻഡസ്ട്രി ആവറേജ് വരുന്നത് 80%. അപ്പോൾ ഈ ഫിൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിയിലേക്ക് ഓർഡർ വരുമ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ സ്റ്റോക്ക് തീരാതെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിക്ക് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും കൂടാതെ ഓർഗനൈസ്ഡ് മെൻ ഇന്നോവേറ്റീവ് മാർക്കറ്റിൽ 15% മാർക്കറ്റ് ഷെയർ ഉണ്ട് ഇവർക്ക്. ഇനി നോക്കുകയാണെങ്കിൽ ഇവർ പുതിയ റീജൻസിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് സദേൺ റീജൻസിലേക്കൊക്കെ. അതുപോലെ തന്നെ ഇവർ പല സെഗ്മെൻറ്റ്സും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ യൂണിക് സോക്സ്, ഇന്നർ വെയർ, സ്ലീവ് വെയർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ ഇന്നർ വെയർ അതുപോലെ തന്നെ ഔട്ടർ വെയർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിഡ്സ് സെഗ്മെൻറ്റ്സ് അവർ നോക്കുന്നുണ്ട്. അപ്പം ഇത് കമ്പനിയുടെ നെറ്റ്വർക്ക് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റേഞ്ച് ഒക്കെ കൂട്ടും. അതുപോലെ തന്നെ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇന്നർവെയർ മാർക്കറ്റിൻ്റെ ഒരു മെയിൻ പോർഷൻ, അതായത് 60-65% ഡോമിനേറ്റ് ചെയ്യുന്ന അൺഓർഗനൈസ്ഡ് ഫേംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഇൻ്റർനാഷണൽ കമ്പനീസ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ കോമ്പറ്റേറ്റേഴ്സ് വരുന്നതാണ് ഡോളർ ഇൻഡസ്ട്രീസ്, പേജ് ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ VIP ഇൻഡസ്ട്രീസ് ഒക്കെ. അപ്പം ഇനി നമ്മൾ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1722.75 rupees ആണ്. PE വരുന്നത് 15.7 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.24 ആണ്. 5 year സെയിൽസ് CAGR 19 ആണ്. ROE 29 ആണ്, 29.1 ആണ്. 1 year റിട്ടേൺസ് നില്ലാണ്. 5 year റിട്ടേൺ 7.84 ആണ്. 200 DMA 2298.7 ആണ്. RSI 14 34.6 ആണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡ് ആണ്. അപ്പോൾ 1999 ഈ ഒരു കമ്പനി ഫോം ചെയ്തത്. അപ്പോൾ ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ് വരുന്നത്. അപ്പോൾ ഇവർ മുമ്പ് അറിയപ്പെട്ടിരുന്നത് വൈബ്രന്റ് ഡിജിറ്റൽ ലിമിറ്റഡ് എന്നാണ്, അതുപോലെ ലൈക്കോസ് ഇന്റർനെറ്റ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ 2018 ലൈക്കോസ് ഇന്റർനെറ്റ് ലിമിറ്റഡ് ബ്രൈറ്റ്കോം ഗ്രൂപ്പ് എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. അപ്പോൾ ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡ് ലോകം മൊത്തമുള്ള കമ്പനീസ്, ഏജൻസീസ് അതുപോലെ തന്നെ വെബ് പബ്ലിഷേഴ്സിനൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് 2 ബിസിനസ് സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ വീഡിയോ അഡ്വർടൈസിങ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റ് ടോട്ടൽ റവന്യൂവിൻ്റെ 93% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ വരുന്നത് സോഫ്റ്റ്വെയർ സർവീസ് ആണ്. അപ്പോൾ ഇവിടെ അവർ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കമ്പനി സ്പെഷ്യലൈസ്ഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ റവന്യൂവിൻ്റെ 7% സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സെഗ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ക്ലയൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഈ പ്രസ്റ്റീജിയസ് ബ്രാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസ്, എയർടെൽ, ഹുണ്ടായ് മോട്ടോഴ്സ്, കൊക്കക്കോള, ITC, ICICI ബാങ്ക്, LIC ഒക്കെ. ഇനി 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 68.30% ബിലോയിലാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്. ഇനി ബ്രൈറ്റ്കോം ഗ്രൂപ്പിൻ്റെ ലീഡിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ടെക്നോളജി സർവീസ് പ്രൊവൈഡറായ മീഡിയ മിൻറ്റിന് 566 കോടി രൂപയ്ക്ക് അവർ അക്വയർ ചെയ്യാൻ വേണ്ടി ഡീൽ ചെയ്തിട്ടുണ്ട് ഡിസംബർ 2021. ഇപ്പോൾ അവർ അക്വിസിഷൻ ഡീൽ ഒരു പൊട്ടൻഷ്യൽ സ്ട്രാറ്റജിക് അലയൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പനിക്ക് അഡ്വാൻറ്റേജ് ആണ്, ബിക്കോസ് ഫ്യൂച്ചർ അക്വിസിഷനിലേക്ക് അവർക്ക് ഫണ്ട് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇവരുടെ അടുത്തൊരു സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇന്നോവേഷൻ ലാബ്സിൻ്റെ ക്രിയേഷനിലാണുള്ളത്.
ഇൻ കൊളാബറേഷൻ വിത്ത് കൊളാബ് ഇങ്ക്. അപ്പം കമ്പനി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ടെക്നോളജി എഡ്ജ് എൻഹാൻസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയെങ്കിൽ അത് വരും വർഷങ്ങളിൽ ബിസിനസ് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ്. അപ്പോൾ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിൽ $850 ബില്യൺ ക്രിയേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ്. അപ്പോൾ ബേസിക്കലി ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടം തിയറി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജി സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാനാണ്. അതുപോലെ ഇവർക്ക് ഫിനാൻസ്, ഫാർമസ്യൂട്ടിക്കൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ റവല്യൂഷനൈസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇവർക്കുണ്ട്. ഇനി ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫണ്ടമെന്റൽസ് വാല്യുവേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ സ്റ്റീലർ റിട്ടേൺസ് കണ്ടിട്ട് സെബി ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോറൻസിക് ഓഡിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് 2015 സാമ്പത്തിക വർഷം തൊട്ട് 2020 സാമ്പത്തിക വർഷം വരെ. അപ്പം ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി അതുപോലെ തന്നെ കമ്പനിയുടെ സബ്സിഡിയറി അക്കൗണ്ട്സ് ഒക്കെ മാനിപ്പുലേഷൻ ഉള്ള പോസിബിലിറ്റി, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷനുള്ള മിസ് റെപ്രസെൻറ്റേഷൻ കൊണ്ടൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 38.95 റുപ്പീസ് ആണ്. പി വരുന്നത് 7.23 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0 ആണ്. 5 ഇയർ സെയിൽസ് CAGR വരുന്നത് 15 ആണ്. ROI 21.3, 1 ഇയർ റിട്ടേൺസ് നിൽ, 5 ഇയർ റിട്ടേൺ 64.4, 200 DMA 66.7, RSI 14, 52.1. ഇതാണ് 52 വീക്ക് ഹൈ എന്ന് 30% ബിലോയിൽ ട്രേഡ് ചെയ്യുന്ന 5 ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകൾ. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മളിവിടെ വീണ്ടും റിമൈൻഡ് ചെയ്യുവാണ്. അതായത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനലിൻ്റെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.